ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നവംബർ 18 വിശുദ്ധ ഓടോയുടെ തിരുനാളാണ്. ക്ലൂണിയിലെ വിസ്തൃതമായ സന്യാസ സഭയുടെ നേതാക്കളായ ആദ്യത്തെ 7 ആചാര്യന്മാരിൽ രണ്ടാമനാണ് വിശുദ്ധ ഓടോ. ഓടോ 19ാമത്തെ വയസ്സിൽ ഒരു ദേവാലയ ശുശ്രൂഷകൻ എന്ന നിലയിൽ സഭയെ സേവിക്കാൻ സ്വയം സമർപ്പിച്ചു. കുറെ കാലം പാരീസിൽ വേദശാസ്ത്ര പഠനത്തിൽ ഏർപ്പെട്ടു. ഒരു ദിവസം ബെനഡിക്റ്റിന്റെ പ്രബോധനം വായിച്ചുകൊണ്ടിരിക്കെ പരിപൂർണയുടെ വരിത്താരയിൽ താൻ എത്രയോ പിന്നിലാണെന്ന സത്യം മനസ്സിലാക്കി. ഉടൻ തന്നെ സന്യാസം വരിക്കുവാൻ തീരുമാനിച്ചു. 909 ബോംലെസ് ബെനഡിക്റ്റിയൻ ആശ്രമത്തിൽ ചേർന്നു. ആശ്രമാധിപനായ ബർണോയിൽ നിന്ന് സഭാവസ്ത്രം സ്വീകരിച്ചു. ക്ലൂണി ആശ്രമം 910 സ്ഥാപിതമായി. വിശുദ്ധ ബർണോ ആദ്യത്തെ ആശ്രമാധിപനും വിശുദ്ധ ഓടോ ആശ്രമ വിദ്യാലയത്തിലെ മുഖ്യ അധ്യാപകനുമായി നിയമിക്കപ്പെട്ടു. ബർണോയ്ക്ക് ശേഷം ഓടോ ആശ്രമാധിപനായി. സന്യാസ ജീവിത ചര്യകൾ പൂർവാധികം ചൈതന്യത്തോടെ ജീവിക്കുക എന്നതായിരുന്നു ഓടോയുടെ ലക്ഷ്യം. ഇത് നിരവധി എതിർപ്പുകൾക്ക് കാരണമായി. പക്ഷേ ഓടോ സ്നേഹം കൊണ്ട് ദേശത്തെ കീഴടക്കി. അനുനയ വാക്കുകൾ കൊണ്ട് വിവിധരെ സ്വന്തം പക്ഷത്താക്കി. 942 നവംബർ 18 അദ്ദേഹം മരണമടഞ്ഞു. സ്നേഹപൂർണതയിൽ എത്തുന്ന ആത്മാവ് ദ്രോഹിച്ചവരെ മാറ്റി നിർത്താതെ ശുശ്രൂഷ ചെയ്യുന്നു. സ്വന്തമെന്ന പോലെ അവരെ സ്വീകരിക്കുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.